മറ്റ് സംസ്ഥാനങ്ങളോട് കാണിച്ച അനുഭാവം കേന്ദ്രത്തിൽ നിന്ന് കേരളത്തോട് ഉണ്ടായില്ല. ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്കായി ഒരു പ്രത്യേക സഹായവും കേന്ദ്രം നൽകിയില്ല. കേന്ദ്രം കേരളത്തോട് തുടരുന്ന അവഗണനയുടെ തുടർച്ചയായിട്ട് മാത്രമേ ഈ സ്ഥിതിയെ കാണാൻ കഴിയൂ. ഇതൊരു രാഷ്ട്രീയ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതല്ല, നിയമസഭയിൽ രേഖാമൂലം എഴുതി നൽകിയതാണ്. കേരളത്തോട് മാത്രമായി കേന്ദ്രം അവഗണന കാണിക്കുന്നുണ്ടോ? ഏതൊക്കെ മേഖലകളിലാണ് കേരളത്തോട് അവഗണന? മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേരളം എങ്ങനെയാണ് അവഗണിക്കപ്പെട്ടത്? എയിംസ് അനുവദിക്കുന്നതിൽ എങ്ങനെയായിരുന്നു അവഗണന? ഇത്ര വലിയ ദുരന്തമുണ്ടായിട്ടും ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ഒരു രൂപ പോലും ലഭിക്കാത്ത സംസ്ഥാനം കേരളമാണെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഈ വർഷം ഇതുവരെ ഹിമാചൽ പ്രദേശിന് 558 കോടി 59 ലക്ഷം രൂപ, തമിഴ്നാടിന് 522 കോടി 34 ലക്ഷം രൂപ, ഉത്തരാഖണ്ഡിന് 291 കോടി 45 ലക്ഷം രൂപ, മണിപ്പൂരിന് 131 കോടി 8 ലക്ഷം രൂപ, സിക്കിമിന് 76 കോടി 15 ലക്ഷം രൂപ. ഇങ്ങനെയാണ് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് പ്രത്യേകമായി അനുവദിച്ച തുക. വയനാട് ദുരന്തമുണ്ടായ കഴിഞ്ഞ വർഷവും മറ്റു പല സംസ്ഥാനങ്ങൾക്കും ഈ ഫണ്ടിൽ നിന്നും പണം അനുവദിച്ചിരുന്നു. കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും വിഹിതം ചേരുന്ന സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ തുക മാത്രമാണ് കഴിഞ്ഞ വർഷം കേരളത്തിന് കിട്ടിയത്. 2262 കോടി രൂപയുടെ സഹായം അഭ്യർത്ഥിച്ചു. ഒരു വർഷം കഴിഞ്ഞ് ഒടുവിൽ കിട്ടിയത് 260 കോടി 56 ലക്ഷം രൂപ. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. കേരളത്തെ തവിട് കൊടുത്തു വാങ്ങിയതോ കേന്ദ്രം? തവിട് കൊടുത്തു വാങ്ങിയതാണോ എന്ന ചോദ്യം രാഷ്ട്രീയമായി തോന്നാം. കേന്ദ്രത്തെ മനഃപൂർവ്വം കുറ്റപ്പെടുത്തുന്നതായും തോന്നാം. നമുക്ക് ദുരിതാശ്വാസ നിധിയിലെ ആ കണക്ക് പിന്നീട് പരിഗണിക്കാം. ആദ്യം കേന്ദ്ര ഗ്രാന്റ് വിതരണം നോക്കാം. അതിൽ നിന്ന് തന്നെ തവിടിന്റെ ഒരു സൂചന കിട്ടും. കേരളത്തിനുള്ള ഈ വർഷത്തെ കേന്ദ്ര ഗ്രാന്റ് 13,074 കോടി രൂപയാണ്. അതിൽ ഇതുവരെ അനുവദിച്ചത് 1,697.32 കോടി രൂപ മാത്രം, അതായത് 12%. വർഷം ഇനിയും നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ, ബാക്കി സമയം കൊണ്ട് അനുവദിക്കില്ലേ എന്ന് ചോദിക്കാം. അത് ശരിയാണ്. ഈ തുക അനുവദിക്കാതെ കേന്ദ്രത്തിന് ഈ വർഷം കടന്നു പോകാൻ കഴിയില്ല. അത് എപ്പോഴെങ്കിലും അനുവദിക്കും. എന്നാൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്ന രീതി നോക്കുക. കർണാടകയ്ക്കുള്ള കേന്ദ്ര ഗ്രാന്റ് 16,000 കോടി രൂപ. അതിൽ അനുവദിച്ചത് 3,380 കോടി. കേരളത്തിന് 12% മാത്രം അനുവദിച്ചപ്പോൾ കർണാടകയ്ക്ക് 21% കിട്ടിക്കഴിഞ്ഞു. തമിഴ്നാടിന് 23,834 കോടിക്കാണ് അർഹത. അതിൽ അനുവദിച്ചത് 7,302 കോടി. ഏതാണ്ട് 30% തുകയും തമിഴ്നാടിന് കിട്ടിക്കഴിഞ്ഞു. ഗുജറാത്തിന് ഗ്രാന്റ് ഇൻ എയ്ഡ് 20,010 കോടി. അതിൽ അനുവദിച്ചത് 4,421 കോടി. ഏതാണ്ട് 22% അനുവദിച്ചു. ഇങ്ങനെ മറ്റു സംസ്ഥാനങ്ങൾക്ക് 21 മുതൽ 30% വരെ കിട്ടിയപ്പോൾ കേരളത്തിനും പശ്ചിമ ബംഗാളിനുമൊക്കെ 12% താഴെ മാത്രമാണ് തുക അനുവദിച്ചത്. ആലപ്പുഴയിലും തൃശൂരുമൊക്കെ എയിംസ് തുടങ്ങുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാറി മാറി പറഞ്ഞു നടക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ രാജ്യത്ത് 24 എയിംസ് അനുവദിച്ചു കഴിഞ്ഞു. ഉത്തർപ്രദേശിലും ബീഹാറിലുമൊക്കെ 2 വരെയായി. എന്നിട്ടും അനുവാദം കിട്ടാത്ത സംസ്ഥാനമാണ് കേരളം. ഇതാ ഇതുവരെ അനുവദിച്ച എയിംസിന്റെ ആ പട്ടിക. അത് പൂർണ്ണമായും വായിച്ചാൽ കേരളം എത്രമാത്രം അവഗണിക്കപ്പെടുന്നു എന്ന് മനസ്സിലാകും. ആദ്യത്തെ എയിംസ് ഡൽഹിയിൽ, പിന്നെ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ, ഒഡീഷയിലെ ഭുവനേശ്വറിൽ, രാജസ്ഥാനിലെ ജയ്പൂരിൽ, ബീഹാറിലെ പട്നയിലും ദർഭംഗയിലും, ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ, ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ, ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും ഖൊറഗ്പൂരിലും, ആന്ധ്രാപ്രദേശിലെ മംഗൾഗിരിയിൽ, മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ, പശ്ചിമ ബംഗാളിലെ കല്യാണിൽ, പഞ്ചാബിലെ ബിത്തിൻഡയിൽ, അസമിലെ ചാങ്സാരിയിൽ, ജമ്മു കശ്മീരിലെ വിജയ്പൂരിലും അവന്തിപ്പോരയിലും, ഹിമാചലിലെ ബിലാസ്പൂരിൽ, തമിഴ്നാട്ടിലെ മധുരയിൽ, ഝാർഖണ്ഡിലെ ദേവ്ഗഡിൽ, ഗുജറാത്തിലെ രാജ്കോട്ടിൽ, തെലങ്കാനയിലെ ബിബി നഗറിൽ, ഹരിയാനയിലെ റേവാഡിയിൽ. ഇങ്ങനെയാണ് എയിംസ് അനുവദിച്ച സംസ്ഥാനങ്ങളുടെ നിര. ഇനി ഒരു എയിംസ് കേരളത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ അതിവിടെ ആരുടെയും മിടുക്കാണെന്ന് പറയാൻ കഴിയില്ല. 24 എണ്ണം അനുവദിച്ചു കഴിഞ്ഞ് 25, 26, 30 ആയി ഒരെണ്ണം വരുന്നത് നിവൃത്തികേട് കൊണ്ട് ആണ്. ഇത്രയേറെ അവഗണിക്കപ്പെടാൻ മാത്രം എന്താണ് കേരളത്തിനുള്ള കുറവ്? ചൂരൽമല മുണ്ടക്കൈ ദുരന്തം സമാനതകളില്ലാത്തതായിരുന്നു. അതിനായി സംസ്ഥാനം അനുവദിച്ച തുകയുടെ കണക്കെടുക്കുമ്പോൾ തന്നെ സംഭവങ്ങളുടെ ആഴം വ്യക്തമാകും.
1036 കുടുംബങ്ങൾക്കുള്ള അടിയന്തര ധനസഹായം 1,03,00,000. സംസ്കാര ചെലവ് 17,40,000 രൂപ. പരിക്കേറ്റവർക്കുള്ള സഹായം 18,86,000 രൂപ. മരിച്ചവരുടെ ബന്ധുക്കൾക്കുള്ള നഷ്ടപരിഹാരം 13,02,00,000 രൂപ. വീട്ടുവാടക നൽകാൻ 4,88,00,000 രൂപ. ഇതിനൊക്കെ പുറമെ 838 കുടുംബങ്ങൾക്ക് മാസം തോറും 1000 രൂപയുടെ ഫുഡ് കൂപ്പണും നൽകുന്നു. വീടിന് അർഹരാണെങ്കിലും ടൗൺഷിപ്പ് സ്വീകരിക്കാത്ത 104 പേരുണ്ട്. അവർക്ക് 15 ലക്ഷം രൂപ വീതം 15,60,00,000 രൂപ നൽകി കഴിഞ്ഞു. റോഡ് നിർമ്മിക്കാൻ 87 കോടി, ജലസേചനത്തിന് 65 കോടി, പനമരത്തും വൈത്തിരിയിലും മാനന്തവാടിയിലും പുതിയ ഫയർ സ്റ്റേഷന് 21 കോടി, മുട്ടിൽ മേപ്പാടി റോഡിന് 37 കോടി, ചൂരൽമല പാലത്തിന് 38 കോടി, വെള്ളാർമല സ്കൂളിന് 12 കോടി, ആശുപത്രി കോംപ്ലക്സിന് 15 കോടി, 110 kV സബ്സ്റ്റേഷന് 13.5 കോടി. ഇങ്ങനെ പോകുന്നു ചെലവുകളുടെ നീണ്ട നിര. ഇത്തരം ആവശ്യങ്ങൾക്കാണ് 2,262 കോടി രൂപ ആവശ്യപ്പെട്ടത്. ആ ഇനത്തിലാണ് ഒടുവിൽ 260 കോടി ഇപ്പോൾ അനുവദിച്ച് കൈകഴുകിയത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായത് 2024-25 സാമ്പത്തിക വർഷമാണ്. ആ വർഷം കേന്ദ്ര ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും ലഭിക്കാത്ത അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ലഭിക്കുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുള്ള തുകയാണ്. അത് നിശ്ചിത അനുപാതം സംസ്ഥാനവും കേന്ദ്രവും മുടക്കുന്ന ഫണ്ടാണ്. അതിൽ നിന്നുള്ള തുക സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് സംസ്ഥാനത്തിന് വിനിയോഗിക്കാം. എന്നാൽ കേന്ദ്ര ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കുന്നത് കേന്ദ്രത്തിന്റെ നയ തീരുമാനമാണ്. ആഭ്യന്തര മന്ത്രാലയം ധനമന്ത്രാലയത്തിന്റെ അനുമതിയോടെയാണ് ഈ തുക അനുവദിക്കുന്നത്. SDRF-ൽ നിന്ന് കഴിഞ്ഞ വർഷം 6,160 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചത്. അതിൽ 1 രൂപ പോലും കേരളത്തിന് കിട്ടിയില്ല. കർണാടകയ്ക്ക് 3,528 കോടി, തമിഴ്നാട്ടിന് 360 കോടി, സിക്കിമിന് 229 കോടി, ത്രിപുരയ്ക്ക് 186 കോടി, നാഗാലാൻഡിന് 181 കോടി, ഉത്തർപ്രദേശിന് 172 കോടി, പശ്ചിമ ബംഗാളിന് 84 കോടി. ഇങ്ങനെയാണ് തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത സഹായം കിട്ടിയത്. എല്ലാ സംസ്ഥാനങ്ങൾക്കുമുള്ള സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ടിലെ 388 കോടി മാത്രമായിരുന്നു കേരളത്തിന് കിട്ടിയത്. അതിലെ 96 കോടി 80 ലക്ഷം രൂപയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ വിഹിതവും. അവഗണനയുണ്ടോ എന്ന് ചോദിച്ചാൽ അവഗണന ഉണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ കണക്കുകളിൽ മറച്ചുവെച്ച് അവഗണനയില്ല എന്ന് പറയാൻ ആർക്ക് കഴിയും? സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.